ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഫാദർ ഇൻ ലോയിൽ നിന്ന് കിട്ടിയ ഒരു അഡ്രസ്സാ. അതെവിടെയാ മാഡം? അമ്മ എവിടെയുള്ളേ? പൂജപ്പുരയ്ക്കടുത്ത് ചെങ്കളൂർ ക്ഷേത്രത്തിനടുത്തെന്നാ അറിയാൻ കഴിഞ്ഞത്. ആ, പുറത്തുണ്ടോ? കയറി വാ. ആ, സാർ ഇതുവരെ പോയില്ലേ? ഇല്ല, എനിക്കൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു. അതോ എന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ലേ? കറക്റ്റ്. എത്ര കാര്യമായിട്ട് സാന്ദ്ര കാര്യം പറഞ്ഞത്. ആരെ അങ്ങനെ പ്രേമിക്കാൻ കഴിയാത്ത ഒരാളാ ഞാൻ. പ്രേമം ഇല്ലാഞ്ഞിട്ടും അല്ല. ഈ ന്യൂയോർക്കിലും അറ്റ്ലാന്റയിലും ഫിലാഡൽഫിയിലും ഒക്കെ ആയിരുന്നില്ലേ, ഈ മദാമ അവനെ പ്രേമിക്കാൻ പറ്റുമോ? അവിടെ മലയാളികളും ഉണ്ടല്ലോ. ഉണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുമായിട്ടാ അവിടെ ജീവിക്കുന്നൊക്കെ. എന്തായാലും സാന്ദ്രയെ കണ്ടതിന് ശേഷം മനസ്സില് സാന്ദ്ര മാത്രമായി, മനസ്സും സാന്ദ്രമായി. ഓ, പോയിട്രി. മാഡം എന്നെ വിളിച്ചോ? ആ, രഞ്ജിത്തെ, മാഡത്തിന് ഉച്ചയ്ക്ക് ശേഷം ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞിരുന്നു. രഞ്ജിത്തെ എങ്ങോട്ടും പോയേക്കരുതേ. ഇല്ല മാഡം, ഞാൻ ഇവിടെ ഉണ്ടാവും. മാഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ പോവും. ദൂരയാത്രയാണോ? അതൊന്നും പറഞ്ഞിട്ടില്ല. മാഡം വിളിച്ചാ മതി, ഞാൻ വരാം. സാർ ഏതായാലും ഇപ്പൊ ഇവിടെ നിക്കണ്ട. വിസിറ്റിംഗ് റൂമിൽ കയറിയിരുന്നും കോൾ ചെയ്യാലോ. വെരി ഗുഡ്, അത് കൊള്ളാം. പിന്നെ സാന്ദ്രയും കാണാലോ. ഈ ഋതിക എവിടേക്കാ പോകുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? മാഡം ദൂരയാത്രയാണോ പോകുന്നത്? അല്ല സാന്ദ്ര, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, സെക്യൂരിറ്റികളെ അയക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. സെക്യൂരിറ്റി ഒന്നും വേണ്ട. ഫ്രീ ആണെങ്കിൽ സാന്ദ്രയ്ക്ക് എന്റെ ഒപ്പം വരാം. എനിക്കൊരു കൂട്ടാവുമല്ലോ. എനിക്ക് സന്തോഷേ ഉള്ളൂ. ഞാൻ വരാം. മാഡത്തിനൊപ്പം യാത്ര ചെയ്യുന്നത് എന്റെയും ഭാഗ്യമല്ലേ? സാന്ദ്രയോട് എന്റെ കാര്യങ്ങൾ പറയാം. ഇവളൊരു വിശ്വസ്തയാ. സാന്ദ്ര, എന്റെ കാര്യങ്ങളൊക്കെ സാന്ദ്രയ്ക്ക് അറിയാമോ? പേഴ്സണലായ കാര്യങ്ങളാണ്. അച്ഛനും അമ്മയും സെപ്പറേറ്റഡാ. അതൊക്കെ എനിക്കറിയാം മാഡം. അല്ല, അമ്മ ഇപ്പൊ എവിടെയാ മാഡം? ഓർമ്മ വെച്ച നാള് മുതല് എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാ ഞാൻ. അമ്മ വലിയൊരു കോലോത്ത തമ്പുരാട്ടിയും സെലിബ്രിറ്റിയും ഒക്കെ അല്ലേ? പിന്നെന്താ കണ്ടെത്താൻ എത്ര പാട്? അതൊന്നും എനിക്കറിയില്ല. അച്ഛനുമായി പിരിഞ്ഞതിന് ശേഷം അമ്മ സത്യം പറഞ്ഞ ഒരു അജ്ഞാതവാസത്തില് മകളെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? അതൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലാവാത്ത കഥകൾ അതൊക്കെ. സാന്ദ്ര, അമ്മ ഇപ്പോ ഒരിടത്തുള്ളതായിട്ട് ഒരറിവ് കിട്ടി. എന്റെ ഫാദർ ഇൻ ലോയിൽ നിന്ന് കിട്ടിയ ഒരു അഡ്രസ്സാ. അതെവിടെയാ മാഡം? അമ്മ എവിടെയുള്ളേ?
പൂജപ്പുരയ്ക്കടുത്ത് ചെങ്കളൂർ ക്ഷേത്രത്തിനടുത്തെന്നാ അറിയാൻ കഴിഞ്ഞത്. വൈദേഹിന വീട്ടുപേര്. ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അതിവിടെ ഒത്തിരി ദൂരെയൊന്നുമല്ല, നമുക്ക് പോവാം. അവിടെ എവിടെയാണെങ്കിലും മാഡത്തിന്റെ അമ്മയെ നമുക്ക് കണ്ടെത്താം. ശരി സാന്ദ്ര. അന്ന് ആ ഋതിക എന്നെ തോൽപ്പിച്ചതിന് ശേഷം ഇവളാളാകെ മാറിയിരിക്കോ. ഈ വീട്ടിലെ മഹാറാണിയാണെന്നാ ഭാവം. അന്ന് ഞാനൊന്ന് തോറ്റുപോയെന്ന് വെച്ച് എപ്പോഴും എനിക്ക് തോൽക്കാൻ പറ്റുമോ? ഞാൻ തോറ്റുകൊടുത്താ എന്റെ വീട് ഇവള് കയറി ഭരിക്കും. താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ കയറി പട്ടിയിരിക്കുമെന്ന പ്രമാണം. അങ്ങനെ ഇപ്പൊ നായ ഇരിക്കണ്ട. യാമിനി, വലിയ പുസ്തക വായനയിലാണല്ലോ. ഏത് പുസ്തകമാ വായിക്കുന്നേ? വിഷജന്തുക്കളെ എങ്ങനെ തുരത്താമെന്ന പുസ്തകം. അവറ്റകളെ അങ്ങനെ കൊല്ലാൻ പറ്റില്ലല്ലോ. എന്താ, ഈ പുസ്തകം ചേച്ചിക്ക് വേണോ? അയ്യോ, എനിക്കൊന്നും വേണ്ട. നീ പോയി എനിക്കൊരു ചായ ഇട്ടോണ്ട് വാ. എന്താ? എനിക്കൊരു ചായ ഇട്ടോണ്ട് വരാൻ. എനിക്ക് തീരെ സൗകര്യപ്പെടില്ല. ആ വക യജമാനത്തി കളിയൊന്നും ഇനി എന്നോട് വേണ്ട. ഡീ, യാമിനി, അങ്ങനെ വിളിച്ചാ മതി. മുൻപെന്റെ ഭർത്താവിന്റെ ചേച്ചി എന്ന പരിഗണന വെച്ച് ഞാൻ കുറച്ച് റെസ്പെക്ട് തന്നിട്ടുണ്ട്. ഇനി അതില്ല. നീ എന്നോട് മത്സരിക്കാനാ ഭാവം? വേളയല്ലേ? അന്നെന്നെ ഭ്രാന്തിയാക്കാൻ നോക്കിയ കാര്യമൊന്നും ഞാൻ പ്രതാപേട്ടനോട് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഏതു സമയത്തും അത് ഏട്ടനോട് തുറന്നു പറയാം. അകലേ നോവിനാലേ